നമ്മൾ ഇത്തരം ഭീകരാക്രമണങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അല്ലെ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിനെല്ലാത്തിനും ഒരേ സ്വഭാവമാണുള്ളത്, ഒരേ ചിന്താഗതിയാണുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഭീകരാക്രമണത്തിലേക്ക് പോകുന്നവരെ മാത്രം ചിന്തിച്ചാൽ പോരെ. ഇവർക്ക് ഇങ്ങനെ ഒരു മാനസികാവസ്ഥ, യാതൊരു ബന്ധവും ഇല്ലാത്ത, ഒരു പരിചയവും ഇല്ലാത്ത അപരിചിതരെ ഇങ്ങനെ ബോംബ് പൊട്ടിച്ച് അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു പ്രേരണ എവിടുന്ന് കിട്ടി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ രോഗത്തിന് ചികിത്സിച്ച്, ഇപ്പോൾ പനിക്ക് അതിൻ്റെ ഡോളോയോ അതുപോലെയുള്ള ഗുളിക കൊടുക്കുന്ന മാറ്റുന്ന പോലെയല്ല. അതിൻ്റെ എന്താണ് പല കാരണങ്ങൾ കൊണ്ട് പനി വരാം. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഉള്ളൂ ശരിയായ ചികിത്സ സാധ്യമാകുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പിന്നിലെ ചില ചരിത്ര യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെ ചരിത്ര, എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഏത് കാരണങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് വന്ന ബോംബെയിൽ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാനും അതിനെക്കുറിച്ച് ശ്രമിച്ചു. പാർലമെന്റ് ആക്രമണം നടത്തിയപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നു. പുൽവാമയിൽ ആക്രമിച്ചവരെ നമ്മൾ ഇത് ചെയ്തു. പഹൽഗാമിലെ ആക്രമണം നടന്നു. ഇപ്പോൾ ഇവിടെ ഡൽഹിയിൽ ബോംബ് സ്ഫോടനം നടന്നിരിക്കും. നിരപരാധികളാണ് എല്ലാ സ്ഥലത്തും കൊല്ലപ്പെട്ടത്. അപ്പം നിരപരാധികളെ കൊല്ലുന്നതിന് പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഇപ്പം നമ്മൾ മലബാർ കലാപത്തിൻ്റെ 100ാം വാർഷികമായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോഴും മലബാർ കലാപത്തിൽ പ്രേരിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പഠന വിഷയമാക്കിയില്ല.